കഷ്ടതകളുടെ പ്രതികൂലങ്ങളെ ഒക്കെ നേരിടുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാകണം, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടാകും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. ഇങ്ങനെ വായിക്കുന്നു: കൂടി ആലോചിച്ചുകൊള്ളുവൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിക്കുവൻ, സാധ്യമുണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. മടങ്ങിപ്പോയ ഒരു ജനത്തിന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം കൊടുക്കുന്ന ഒരു ആഹ്വാനത്തിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. അതിൽ യെശയ്യാ പ്രവാചകൻ 8-ാം അധ്യായത്തിലാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പേര് അടങ്ങിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ രണ്ടാമത്തെ മകനായ മഹേർ ശലാൽ ഹാസ് എന്ന പേരാണെന്ന് കാണുവാൻ കഴിയും. ആ ജനത്തിന്, തന്റെ ജനത്തിന് മടങ്ങി വരുവാൻ യെശയ്യാ കൊടുക്കുന്ന ആഹ്വാനമാണ്, ആ ഒരു ഉറപ്പാണ്. ദൈവം അവസാനം പറഞ്ഞ വാക്ക്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളും, അത് നിഷ്ഫലമായി തീരും. നിങ്ങൾ കാര്യം പറഞ്ഞുറപ്പിക്കുവാൻ സാധ്യമാകുകയില്ല. കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ഭാരങ്ങളെ നോക്കി, നമ്മുടെ പ്രതിസന്ധികളെ നോക്കി, നമ്മളെ നോക്കി ചിരിക്കുന്നവരെ നോക്കി, നമുക്ക് വേണ്ടി കൂടി ആലോചിക്കുന്നവരോട് നോക്കി നമുക്ക് പറയാൻ കഴിയണം, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്, കർത്താവ് എന്നോട് കൂടെയുണ്ട്. പ്രതിസന്ധികളെ നോക്കി കർത്താവിന്റെ അമ്മ മറിയ കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് കേട്ട ദൂത് അതായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ലോകം ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് മറിയ സാക്ഷിയാകുമ്പോൾ അവളെ ഉറപ്പിച്ച ദൂത്, കർത്താവ് അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അസാധ്യതകളെ നേരിടുന്നതിന് മുമ്പ്, കഷ്ടതകളുടെ പ്രതികൂലങ്ങളെ ഒക്കെ നേരിടുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാകണം, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കും, കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 41-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൽ വലിയ ഉറപ്പ്, അതിൽ പരം ഉറപ്പ് നമുക്ക് വേറെ വേണ്ട. കർത്താവ് നമ്മളെ സഹായിക്കാനായി നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ താങ്ങാനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മളെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നമ്മുടെ ഭാരങ്ങളിൽ നമ്മളെ തള്ളിക്കളഞ്ഞു പോകുന്ന ദൈവമല്ല. ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ ഉറപ്പ് എത്ര വലിയ ഉറപ്പാണ്. നമ്മുടെ കരത്തിന് ചിലപ്പോൾ ബലമില്ലായിരിക്കാം, നമുക്ക് സഹായത്തിന്റെ ആവശ്യകത ഉണ്ടായിരിക്കാം, നമുക്ക് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ ബലത്തോടു കൂടെ നമുക്ക് നടക്കാൻ കഴിയണം. പുതിയ നിയമത്തിൽ കർത്താവ് കൊടുക്കുന്ന അന്ത്യകൽപ്പനയിൽ അവസാനം മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവസാനം പറയുന്ന വാക്യമാണ്: ഞാൻ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാക്യം. യുഗാന്ത്യത്തോളം കൂടെയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. മരിച്ചു മൺമറഞ്ഞു പോയൊരു ദൈവമല്ല. നാം വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു ദൈവമല്ല. നാം പറഞ്ഞാൽ നമ്മുടെ വേദനകൾ അറിയാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. യുഗാന്ത്യത്തോളം, കാലത്തിന്റെ അവസാനത്തോളം എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ ഒരു ബലം നമുക്കുണ്ടാകണം. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ ഒക്കെ ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ വിട്ട് മാറിപ്പോകും. എന്നാൽ കർത്താവ് പറയുക, ഞാനോ
ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ, ആ ദൈവത്തെ കൂടെ ചേർന്ന് നടപ്പാൻ കഴിഞ്ഞാൽ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമുക്ക് ഏൽക്കുന്ന പ്രയാസങ്ങൾ, അവിടെയൊക്കെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവാചകൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: കൂടി ആലോചിച്ചു കൊള്ളുവേൻ. ആമേൻ, സ്തോത്രം. അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിക്കുവാൻ സാധ്യമുണ്ടാകില്ല. കാരണം കർത്താവ് എൻ്റെ കൂടെയാ. എനിക്ക് ദോഷം വരുന്നതൊന്നും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല. ആ ഒരു ഉറപ്പ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഒരു ഉറപ്പ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഈ വചനത്തിന്റെ ബലത്തോടെ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.